ഹല്ലേലൂയ. വിശ്വാസികളുടെ പിതാവായ അബ്രാഹാമിനെ കുറിച്ച് ഹെബ്രായ ലേഖനം 11 അധ്യായത്തിന്റെ 8 വചനത്തിൽ വിശ്വാസത്താൽ അബ്രാഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടേറെ അനുസരിച്ച് അവിടേക്ക് പോകുന്നു. വിളി കിട്ടിയ പാടെ അബ്രാഹാം എന്ത് ചെയ്തെന്നറിയാമോ? യാത്ര തിരിക്കുമ്പോൾ വചനത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. സ്വന്തം ദേശം, ചാർച്ചക്കാരെ, പിതൃഭവനത്തെ എല്ലാം വിട്ട് ദൈവം കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക്, ദൈവം ഒരുക്കിയ സ്ഥലത്തേക്ക് പോകാൻ അബ്രാഹാം തയ്യാറാകുകയാണ്. ഇന്ന് ദൈവം വിളിച്ചാല് ദൈവം പറയുകയാണ്, നിനക്കുള്ളതും നിന്റേതും നിന്റെ ചാർച്ചക്കാരെയും പിതൃദേശത്തെയും എല്ലാം ഒന്ന് വിടാവോ? ആർക്കു വേണ്ടിയാ? ഞാൻ പറയുന്ന ഇടത്തേക്ക് നീ ഒന്ന് പോകാമോ? അബ്രാഹാം തയ്യാറായി. എല്ലാം ഉപേക്ഷിച്ചു. ദേശം ഏതാണെന്ന് അറിയില്ലായിരുന്നു. എല്ലാവരും നല്ലത് തെരഞ്ഞെടുത്തു. അബ്രാഹാമിന് ദൈവം കൊടുത്തത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രിയമുള്ളവരെ, അബ്രാഹാം അങ്ങോട്ട് പോയി. യാത്രയാകാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ച് അവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത്, ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായി. ഇവിടെയാ ദൈവം മക്കളില്ലാത്ത അബ്രാഹാമിന് ദൈവം വാഗ്ദത്ത പ്രകാരം തന്റെ മകനെ കൊടുക്കുവാൻ ദൈവം ഇടയാക്കിയത്. വിശ്വാസത്താലാണ് അബ്രാഹാം പോയത്. അബ്രാഹാം പോയപ്പോൾ ദൈവം അബ്രാഹാമിന് വേണ്ടത് നൽകുവാൻ ദൈവം തീരുമാനിച്ചു. പ്രിയമുള്ളവരെ, നമ്മൾ വിശ്വാസത്താൽ നമുക്കുള്ളതിനെ ഒന്ന് മാറ്റിയേ. നമ്മുടെ ജീവിതത്തിലെ ചിലതൊക്കെ നമ്മളൊന്ന് കളഞ്ഞേ. ഇന്ന് നമുക്കൊന്ന് വേണ്ടെന്ന് വെച്ചേ. ദൈവം പറയുന്ന, കർത്താവ് പറയുന്ന വഴിക്ക് ഞാൻ പോകാൻ തയ്യാറാണ്. എൻ്റെ പിടിവാശിയും എൻ്റെ മർഗടപുഷ്ടിയും എന്റേതായ എല്ലാ സ്വഭാവത്തിന്റെ ദൂഷ്യങ്ങളെല്ലാം ഒന്ന് കളഞ്ഞിട്ട് കർത്താവ് എന്നെ വിളിക്കുന്നു എന്ന് എൻ്റെ കാതിൽ എന്നോടാണ് ഇപ്പൊ സംസാരിക്കുന്നതെന്നൊന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞേ. എന്നാൽ നിങ്ങൾ കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കും. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്തേക്ക്, ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായി. എങ്കിൽ ദൈവത്തിന്റെ വിളി കേട്ട് ചെന്നപ്പോൾ അബ്രാഹാം ചോദിച്ച ഒരു ചോദ്യമുണ്ട്. എനിക്ക് മക്കളില്ല. ദൈവം അബ്രാഹാമിനോട് പറഞ്ഞു, നീ ആകാശത്തേക്ക് നോക്കാവോ? അബ്രാഹാം നോക്കി. കുറെ നക്ഷത്രങ്ങൾ കണ്ടു. നിനക്ക് എണ്ണാൻ പറ്റുമോ? അബ്രാഹാം പറഞ്ഞു, എണ്ണാൻ പറ്റിയല്ല. താഴെ ഭൂമിയിൽ മണലിലേക്ക് നോക്കാൻ പറഞ്ഞു. നിനക്ക് എണ്ണാൻ പറ്റുമോ? പറ്റിയല്ല. ഞാൻ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ മണൽത്തരികൾ പോലെയും ഞാൻ നിനക്ക് മക്കളെ തരും. അബ്രാഹാമിന് ഒരു കുഞ്ഞു പോലും ഇല്ല. വർഷം ഒത്തിരി കഴിഞ്ഞു. എന്റെ പ്രിയമുള്ളവരെ, ദൈവം പറഞ്ഞതുപോലെ തന്നെ മകനെ കൊടുത്തു. ദൈവം മകനെ കൊടുത്തിട്ട് ദൈവം എന്താ പറഞ്ഞെന്നറിയാവോ? ഞാൻ തന്ന മകനെ എനിക്കൊന്ന് യാഗം കഴിക്കാവോ? അബ്രാഹാമിന് ഒരു മടിയില്ല. അബ്രാഹാം പറഞ്ഞു, കർത്താവേ, ഞാൻ യാഗം കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മകനെയും കൂട്ടിക്കൊണ്ട് പോയ വിശ്വാസികളുടെ പിതാവായ അബ്രാഹാമിനെ നമുക്ക് കാണാൻ കഴിയും. ദൈവം തന്നതിനെ ദൈവം ചോദിച്ചപ്പോൾ മടി കൂടാതെ കൊടുക്കുവാൻ തയ്യാറായെങ്കിൽ ഇന്ന് കർത്താവ് നിന്നോട് പറയുകയാണ്, നിനക്കുള്ളത് നീ ദൈവത്തിന് വേണ്ടി കൊടുക്കാമോ? നിന്റെ മക്കൾ ഈ ലോകത്തിൻ്റെതായ ആഡംബരത്തിലോ പാപത്തിലോ ഈ ലോകത്തിന്റെ സുഖത്തിലോ ജീവിക്കാൻ അല്ല നീ വിട്ടുകൊടുക്കേണ്ടത്. കർത്താവിന് വേണ്ടത് ഒന്ന് കർത്താവിന് വേണ്ടി പോകാൻ ഒന്ന് അനുവദിക്കാമോ? എന്നാൽ പ്രിയമുള്ളവരെ, ഇവിടെയാണ് ദൈവപ്രവൃത്തി അത്ര മഹത്വമുള്ളത് കാണാൻ കഴിയുന്നത്. അബ്രാഹാം അതുപോലെ ചെയ്തു. യാഗം കഴിക്കാൻ കൊണ്ടുപോയി. ദൈവം അബ്രാഹാമിനോട് പറഞ്ഞു, അരുത്. നിന്റെ വിശ്വാസം കണ്ടു. നീ വിശ്വാസികളുടെ പിതാവാണ്.
എന്ന് ദൈവം പറഞ്ഞിട്ട്, പ്രിയമുള്ളവരെ, ഇവിടെ ആ ദൈവത്തിന്റെ വലിയ ആ പ്രവൃത്തി കാണാൻ കഴിയുന്നത്. അബ്രഹാമിന്റെ, ഇസ്ഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവമാണ് ഞാനെന്ന് കർത്താവ് പറയുക. പുതിയ നിയമത്തിൽ മത്തായി സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ തന്നെ അബ്രാഹമിന്റെ മകൻ യേശുക്രിസ്തു ഇതാ ഭൂമിയിലേക്ക് വന്നു എന്നാണ് മത്തായി സുവിശേഷം തുടങ്ങുന്നത്. വംശാവലി, വിശ്വാസികളുടെ പിതാവായി ദൈവം തെരഞ്ഞെടുത്ത അബ്രഹാമിനെ നമുക്ക് കാണാൻ കഴിയുന്നെങ്കിൽ, ഇതുപോലെ വിളി നമുക്ക് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അവനോട് കൂടെ ജീവിക്കാൻ തയ്യാറാകണം. പ്രിയമുള്ളവരെ, ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. നീ തന്നത് എന്നോട് തിരികെ ചോദിച്ചാൽ അത് മടിയില്ലാതെ കൊടുക്കുവാനും ജീവിക്കുവാനും നിന്നെ പ്രസാദിപ്പിക്കാനുള്ള ഒരു അഭിഷേകം ഈ പ്രഭാതത്തിൽ തന്നെ എന്നെ ബലപ്പെടുത്തണം. നിന്റെ ശക്തിയും നിന്റെ അഭിഷേകവും എന്റെ മേൽ വെളിപ്പെടണം. കർത്താവേ, നീ മഹത്വം എടുക്കണമേ. നീ എപ്പോഴും എന്നെ പരിപാലിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.